തൃശൂർ പൂങ്കുന്നത്ത് ATM തകർത്ത മോഷണ ശ്രമം. പൂങ്കുന്നം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM ആണ് തകർക്കാൻ ശ്രമിച്ചത്. ATMൽ നിന്ന് അലാറം അടിച്ചതോടെ മോഷ്ടാവ് രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴാണ് ഇത്തരത്തിലൊരു മോഷണ ശ്രമം നടന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ഇങ്ങനൊരു മോഷണ ശ്രമം ഉണ്ടായത്. തൃശൂർ പൂങ്കുന്നത്തുള്ള റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM ആണ് മോഷ്ടാവ് തകർക്കാൻ ശ്രമിച്ചത്. മുഖംമൂടി ഉൾപ്പെടെ ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത്. ഒരാളാണ് ഇത്തരത്തിൽ ATMനകത്തേക്ക് പ്രവേശിച്ചതും ATMന്റെ മെഷീൻ തകർക്കാനുള്ള ഒരു ശ്രമം നടത്തിയതും. ഇതിനിടെ മെഷീന്റെ ഉള്ളിൽ ഉള്ള ബാറ്ററി ഉൾപ്പെടെ വലിച്ച് പുറത്തേക്ക് ഇട്ടു. മാത്രമല്ല, നമ്പർ ലോക്ക് കീപാഡ് ഉൾപ്പെടെ ഫോട്ടോയിൽ കാണാം, കീപാഡ് ഉൾപ്പെടെ വലിച്ച് നിലത്തേക്ക് ഇട്ട് തകർക്കാനുള്ള ശ്രമത്തിനിടെ പൊടുന്നനെ അലറം അടിക്കുകയായിരുന്നു. അലറം അടിച്ചതോടെ ഈ മോഷ്ടാവ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഈ സന്ദേശം, ഇത്തരത്തിൽ മോഷണ ശ്രമം നടന്നിട്ടുള്ള സന്ദേശം ബാങ്കിന്റെ മുംബൈയിലുള്ള സെന്ററിലേക്ക് എത്തി. അവിടെ നിന്ന് വെസ്റ്റ് പോലീസിനെ ബാങ്ക് അധികൃതർ വിവരമറിയിക്കുകയായിരുന്നു. വിവരം അറിയിച്ചത് 3:30 മണി ആയി എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം 1 മണിയോടെ മോഷണ ശ്രമം നടന്ന് 3:30 മണിയോടെ ആണ് ഈ വിവരം ബാങ്ക് അധികൃതർ തൃശൂർ വെസ്റ്റ് പോലീസിനെ അറിയിക്കാൻ എടുത്ത സമയം. അതിനിടയിൽ ഈ മോഷ്ടാവ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ സമയം ലഭിച്ചു. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ സംഭവം നടന്ന് അധികം വൈകാതെ തന്നെ പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ പോലീസ് ഈ വിവരം മറ്റ് സ്റ്റേഷനിലേക്കും തൃശൂർ നഗരത്തിലുള്ള മറ്റ് പോലീസ് സ്റ്റേഷനിലേക്കും ഒക്കെ വിവരം അറിയിച്ചു. ഒരുപക്ഷെ മോഷ്ടാവിനെ കൈയോടെ പിടികൂടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ വിവരം പോലീസിനെ അറിയിച്ചപ്പോൾ വളരെ വൈകി എന്നൊരു കാര്യം കൂടി. എന്തായാലും ടൗൺ വെസ്റ്റ് പോലീസ് ഇപ്പോൾ ATMന് സമീപത്തുകൊണ്ട് തെളിവുകൾ ശേഖരിക്കുകയാണ്. ATMന് ഉള്ളിലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. ബാങ്ക് അധികൃതരും ഈ സ്ഥലത്ത് ഉണ്ട്. എന്തായാലും മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമം തൃശൂർ സിറ്റി പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഈ സ്ഥലത്തുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇയാൾ ഏത് ഭാഗത്തേക്കാണ് പോയത്, പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. എന്തായാലും വൈകാതെ തന്നെ ഇയാളെ പിടികൂടാൻ ആകും എന്നുള്ളൊരു നിഗമനത്തിലാണ് തൃശൂർ സിറ്റി പോലീസ് ഉള്ളത്. ഒരാളെ കൂടുതൽ ആളുകൾ ഇതിനുണ്ടോ, മറ്റാരെങ്കിലും ഈ ATMന് സമീപത്ത് മറഞ്ഞിരിപ്പുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, നാളുകൾക്ക് മുൻപ് തൃശ്ശൂർ വലിയൊരു ATM കവർച്ച തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംഘം ഇരിങ്ങാലക്കുട, മാപ്രാണത്തും അതുപോലെ തൃശ്ശൂർ ഷൊർണൂർ റോഡുള്ള ATM ഒക്കെ തകർത്ത് വലിയ രീതിയിലുള്ളൊരു വ്യാപക മോഷണം അന്ന് നടന്നിരുന്നു. അന്ന് തൃശ്ശൂർ സിറ്റി പോലീസും അതുപോലെ തമിഴ്നാട് പോലീസും ഒക്കെ സഹകരിച്ച് ഈ പ്രതികളെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. വെടിവെപ്പ് അടക്കം ഉണ്ടായാണ് അന്ന് ആ പ്രതികളെ ഉത്തരേന്ത്യൻ സംഘത്തെ ഉൾപ്പെടെ വലിയ ഒരു സംഘത്തെയാണ് പിടികൂടിയത്. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും തൃശ്ശൂർ നഗരത്തിൽ ഇത്തരത്തിൽ സമാന രീതിയിലുള്ളൊരു മോഷണ ശ്രമം നടന്നിട്ടുള്ളത്. കാർത്തു, ശരി, തൃശൂർ പൂങ്കുന്നത്താണ് ഇത്തരത്തിലൊരു ATM തകർത്ത് മോഷണ ശ്രമം നടന്നിരിക്കുന്നത്. പൂങ്കുന്നം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM ആണ് തകർക്കാൻ ശ്രമിച്ചത്. ATMൽ നിന്ന് അലാറം അടിച്ചതോടെയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.